ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാരും എന്നെ എടുക്കുന്നു. വീട്ടിൽ വന്ന് ഒറ്റ മഴ പെയ്തുള്ളൂ കേട്ടോ. ഇന്നലെയൊക്കെ ചെറിയ മഴ ഉണ്ടായിരുന്നു, എന്നാൽ പോലും ഇന്നൊരു മഴ പെയ്തപ്പോൾ രാവിലെ ഒട്ടും മഴയാണ്. മഴ കഴിഞ്ഞപ്പോഴത്തേന് നല്ല കോടയൊക്കെ ഇറങ്ങി. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇന്നലത്തെ വീഡിയോക്കകത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഞാൻ ഒരു മാസത്തോളമായി ഇപ്പൊ വീഡിയോ ഒക്കെ ഇട്ടിരുന്നു. ഒരുപാട് പേര് അന്വേഷിച്ചു കേട്ടോ, എന്താ ഇപ്പൊ വീഡിയോ ചെയ്യാത്തതെന്ന്. അതിന്റെ അർത്ഥം എന്റെ വീഡിയോ കാണുന്നുണ്ടെന്ന് ആണല്ലോ. അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ ഇനി കണ്ടിന്യൂസ് വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കാവേ. അടുത്തത് നമ്മൾ പാവയ്ക്ക പറിക്കാൻ പോവാണ് കേട്ടോ. ഇന്ന് മഴയാണ്. ഇന്ന് പാവയ്ക്ക തോരൻ വെക്കാനായിട്ട്. പണ്ടത്തെ ഓർമ്മയിലുള്ള സാധനമാണ് ഇത് കേട്ടോ. ഇപ്പൊ ഇത് മിസ് ചെയ്യുന്നവരെല്ലാം കമന്റ് ഇടണേ ഇപ്പൊ കാണുമ്പോഴത്തേന് കേട്ടോ. ഇത് ഒത്തിരി മൂത്ത് പോയി. പിന്നെ ഇത് ഈ പരുവത്തിൽ പറിച്ച് തിന്നണം. പണ്ടൊക്കെ ഒരുപാട് തിന്നിട്ടുള്ളതാണ്. ഇപ്പൊ തിന്നിട്ടില്ല ഒരുപാട്. അപ്പൊ ഓർമ്മയിലൊക്കെ ഉള്ളവര് എന്തായാലും കമന്റ് ഇടണം കേട്ടോ. അപ്പൊ നല്ല ഒരെണ്ണം കിട്ടി. ഇത് പിള്ളേരോട് കാണിക്കാലോ എന്ന് ഓർത്താണ് ഞാൻ ഇതേപടി പറിച്ചിട്ട് വന്നത്. അവര് കണ്ടിട്ട് പോലും ഇല്ലാത്ത സാധനമാണേ. ഇതെന്നാന്നറിയോ അമ്മന്റെ ഇതെന്നെ സാധനം? അറിയത്തില്ല. കശുവണ്ടിപ്പരിപ്പ്. അതെ, കശുവണ്ടിപ്പരിപ്പ് വേണ്ട. നമ്മള് കടയിൽ നിന്നൊക്കെ മേടിച്ച് തിന്നല്ലേ. ഇവര് ആദ്യമായിട്ട് കാണും കേട്ടോ ഇങ്ങനത്തെ സംഭവമൊക്കെ. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ കണ്ടിട്ടുണ്ടോ എന്ന് പോലും അറിയത്തില്ല. അപ്പൊ ഓർമ്മയിലുള്ളവരെല്ലാവരും കമന്റ് ചെയ്യണം. ആർക്കെങ്കിലും വേണോ? ആരെങ്കിലും അടുത്തുണ്ടായിരുന്നെങ്കിൽ തന്നാനെ. ഇതിപ്പം ഞാൻ കഴിച്ചു കാണിക്കാം നിങ്ങളെ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിള്ളേർക്കൂടെ കൊടുക്കാം. നല്ലാണോ? കഴിച്ചോ? വേണ്ടേ? ഈ പാവയ്ക്ക പറിക്കാൻ പോയപ്പോഴാണ് ഈ സംഭവം കിട്ടിയത്. പിന്നെ എല്ലാരും കമന്റ് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങൾ വലിയ പാവയ്ക്കൊക്കെ അല്ലേ കണ്ടിട്ടുള്ളത്. ഇത് കണ്ടോ, ഇത്രയും ചെറിയ പാവയ്ക്ക കണ്ടിട്ടുണ്ടോ? ഇതാണ് ഏറ്റവും വലുത് പറയണല്ലേ, മൂത്തത്, ഒത്തിരി മൂത്തത്. ഇതിന്റെ ചെറുത് ഇത്രയും വലിപ്പം ആകുന്നതിന് മുന്നേ തന്നെ ഈ വലിപ്പത്തിലെ പറിച്ച് തോരൻ വെക്കണം. നല്ല ടേസ്റ്റ് കേട്ടോ. നമ്മൾ പാവയ്ക്കാന്ന് കേൾക്കുമ്പോൾ കയ്പും ഒക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിൽ ഓടി വരുന്നത്. പക്ഷെ കയ്പുണ്ട്, പക്ഷെ നല്ല ടേസ്റ്റി പാവയ്ക്കാണ്. അപ്പൊ ഇതിന്ന് തോരൻ വെക്കാനായിട്ട് നമ്മുടെ പറമ്പിൽ നിന്ന് പറിച്ചാണേ. അപ്പൊ ആർക്കെങ്കിലൊക്കെ വിത്ത് വേണമെങ്കിൽ പറഞ്ഞാൽ കോട്ടയത്ത് അടുത്തൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഞാൻ കൊണ്ടുതരും കേട്ടോ. പറഞ്ഞാൽ മതി. ഞാനിതെല്ലാം കൊണ്ട് തോരൻ വെക്കട്ടെ, ഉച്ചക്കത്തേനുള്ളതാണേ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കൊക്കെ ചെയ്ത് ഫോളോ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായമൊക്കെ പറയണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാവേ.